മാന്യ സദസ്സിന് നമസ്കാരം. മലയാള സാഹിത്യത്തിൽ ക്ലാസിക് കൃതികളിലൊന്നായി പുറത്തിറങ്ങിയ MD വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന കൃതിയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. 15 അധ്യായങ്ങളിലായി 80 പേജുകളിൽ ഒതുങ്ങുന്ന ഈ ചെറുകൃതി ആന്തരിക തലങ്ങളിൽ ഒരു ഭാവകാവ്യമായി നിലകൊള്ളുന്നു. അസുരവിത്ത്, രണ്ടാം ഊഴം, ഇരുട്ടിന്റെ ആത്മാവ് തുടങ്ങിയ കൃതികളിലൂടെ ശ്രദ്ധേയനായ MD ഈ കൃതികളിൽ നിന്നും വ്യത്യസ്തമായി നായിക കേന്ദ്ര കഥാപാത്രമായി രചിച്ച നോവലാണ് മഞ്ഞ്. അനിവാചക ഹൃദയങ്ങളിലേക്ക് മഞ്ഞുതുള്ളി പോലെ ഉരുകിയിറങ്ങുവാൻ ഇതിലെ കേന്ദ്ര കഥാപാത്രമായ വിമല എന്ന 31 വയസ്സുകാരിക്ക് സാധിക്കുന്നു. നോവലിസ്റ്റ് തന്റെ 31-ാം വയസ്സിലാണ് ഈ രചന നടത്തുന്നത് എന്നത് കഥാപാത്രവും എഴുത്തുകാരനും തമ്മിലുള്ള ആത്മബന്ധത്തെ തീവ്രമാക്കുന്നു. നൈനിറ്റാളിന്റെ ലാവണ്യത്തെയും വിമലയുടെ കാത്തിരിപ്പിനെയും പ്രതീക്ഷയെയും വർണ്ണിക്കുന്ന ഭാഗങ്ങൾ വളരെ കാവ്യാത്മകമാണ്. നഷ്ടപ്പെട്ടു പോയ പ്രണയബന്ധത്തിന്റെയും അവസാനിക്കാത്ത കാത്തിരിപ്പിന്റെയും കഥ പറയുന്ന ഒരു കൃതിയാണിത്. റെസിഡന്റ് ട്യൂട്ടറായ വിമല എന്ന ടീച്ചറാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. പ്രതീക്ഷയുടെയും കാത്തിരിപ്പിന്റെയും പ്രതീകമാണ് വിമല. സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുന്ന വിമല എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ കൃതി മുന്നോട്ടു പോകുന്നത്. MDയുടെ മഞ്ഞ് എന്ന നോവൽ കാത്തിരിപ്പുകളുടെ കഥയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഓരോ സീസണും കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള സഞ്ചാരികളെ കാത്തിരിക്കുന്ന നൈനിറ്റാൾ, തന്നിലെ സ്ത്രീത്വത്തെ ഉണർത്തിയ സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുന്ന വിമല, തന്നെ കാത്തിരിക്കുന്ന അനുജത്തിയായ അനിത, വെള്ളക്കാരനായ തന്റെ അച്ഛനെ കാത്തിരിക്കുന്ന തോണിക്കാരൻ ബുദ്ധു, മരണത്തെ കാത്തിരിക്കുന്ന സർദാർ സിംഗ്. ഇങ്ങനെ കൃതിയിലുടനീളം കാത്തിരിപ്പിന്റെ പ്രതീകങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കുറച്ച് സംഭാഷണങ്ങളും ചുരുങ്ങിയ കഥാപാത്രങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഈ കൃതി ഏകാന്തതയുടെയും പ്രണയനഷ്ടത്തിന്റെയും കഥ കൂടി നമുക്ക് പറഞ്ഞു തരുന്നു. സുധീർ കുമാർ മിശ്ര വാങ്ങിക്കൊടുത്ത സെറ്ററും അദ്ദേഹത്തിന്റെ സിഗരറ്റിന്റെ മണവും ആലോചിച്ച് നീണ്ട 9 വർഷക്കാലം വിമല നൈനിറ്റാളിന്റെ തടവിൽ കഴിയുന്നു. അച്ഛനെ ഉപേക്ഷിച്ച് ആൽഫ്രഡ് ഗോമസിനൊപ്പം പോകുന്ന അമ്മയെയും പ്രദീപ് ചന്ദ്രശർമ്മയുമായി ബന്ധം പുലർത്തുന്ന അനുജത്തിയെയും ചൂതുകളിയും മയക്കുമരുന്നുമായി ജീവിതം നഷ്ടപ്പെടുത്തുന്ന അനുജൻ ബാബുവിനെയും വിമല വെറുക്കുന്നു. കുടുംബത്തെ വെറുക്കുന്ന വിമല ഏകാന്തത ആസ്വദിക്കുന്നതായും കൃതിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിന്റെയും ഏകാന്തതയുടെയും അവസാനിക്കാത്ത കാത്തിരിപ്പിന്റെയും കഥ പറയുന്ന ഈ കൃതിയുടെ ഘടന മഞ്ഞ് പോലെ സാന്ദ്രമാണ്. മഞ്ഞ് കിരണം പോലെ കുളിർമ നൽകുന്നതാണ്. എന്നാൽ മഞ്ഞുതുള്ളി പോലെ നശ്വരമല്ല. നൈനിറ്റാളിന്റെയും വിമലയുടെയും വീർപ്പുമുട്ടലുകളും കാത്തിരിപ്പിന്റെയും കഥ പറയുന്ന ഈ കൃതിയിൽ വിമലയുടെ ജീവിതത്തിന് സൗന്ദര്യം പകരുന്നത് സുധീർ കുമാർ മിശ്രയാണ്. സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുന്ന വിമലയുടെ കഥ ഒടുക്കം ചെന്നെത്തി നിൽക്കുന്നത് അസ്വസ്ഥമായ പ്രതീക്ഷകളിലാണ്. വരും, വരാതിരിക്കില്ല. നീല ഞരമ്പുകൾ തുടിക്കുന്ന മുഖവുമായി സുധീർ കുമാർ മിശ്ര വരുമായിരിക്കുമെന്ന സങ്കല്പത്തിലേക്ക് ഒടുക്കം വായനക്കാരും ചെന്നെത്തി നിൽക്കുന്നു. ചുരുക്കത്തിൽ മഞ്ഞ് എന്നതോ ഒരു പ്രണയ കഥ മാത്രമല്ല, കാത്തിരിപ്പിന്റെയും ഏകാന്തതയുടെയും ഒരു ലോകത്തിലേക്ക് ഈ കൃതി നമ്മെ ആനയിക്കുന്നു. അതുകൊണ്ടാണ് 6 നൂറ്റാണ്ടുകൾക്കപ്പുറവും ഈ കൃതി അനിവാചക ഹൃദയങ്ങളിലൂടെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നന്ദി.